പല ദൃശ്യങ്ങളും കരളലിയിക്കുന്നത് തന്നെയാണ്. ഏതായാലും പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മരണസംഖ്യ 200 ആയിരിക്കുന്നു എന്ന ദുഃഖകരമായ കാര്യമാണ് അറിയിക്കാനുള്ളത്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം, അതിൽ മരണസംഖ്യ 200 ആയിരിക്കുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 200 ആയിരിക്കുന്നു എന്നതാണ്. ഓരോ ഇടങ്ങളിൽ നിന്നും മൃതദേഹം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഏറെ കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. ചൂരൽമല വില്ലേജ് ഓഫീസിന് സമീപത്തെ ദൃശ്യങ്ങളാണ്. അവിടെ നിന്നും ഇന്നിപ്പോൾ 9 മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇപ്പോൾ മരക്കഷ്ണങ്ങൾ കൂട്ടിയിട്ട് ഈ രക്ഷാപ്രവർത്തകർക്ക് മുന്നോട്ട് നടക്കാൻ എളുപ്പത്തിലുള്ള ഒരു വഴി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ പുഞ്ചിരിമട്ടത്തു നിന്നും പ്രസാദ് ചേരുന്നു. പ്രസാദ്, അവിടെ മഴയുണ്ടോ? പ്രസാദ് നിൽക്കുന്ന ഭാഗത്തെ കാഴ്ച എന്താണ്? അവിടെ നിരവധി വീടുകളുണ്ടായിരുന്നു. പലരും പുഞ്ചിരിമട്ടത്തുള്ള പലരെയും അന്വേഷിച്ച് നമുക്ക് നിരവധി ഫോൺ കോളുകൾ വരികയും ചെയ്തിരുന്നു. അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? പാറകളൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഇവിടേക്ക് രക്ഷാപ്രവർത്തകർ ആദ്യമായി ഇപ്പോൾ എത്തുകയാണ്. അവരുടെ കൂടെയാണ് നമ്മളും എത്തിയത്. ഇപ്പോൾ എനിക്ക് പിറകിലേക്ക് കാണാം ഇതിൻ്റെ ഒരു ഭീകരത. കൂറ്റൻ പാറകളുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രം മുകളിലാണ് ഉള്ളത്. ഇവിടുത്തെ ഏതാണ്ട് 20ലധികം വീടുകളാണ് പൂർണ്ണമായും മണ്ണിന് അടിയിലായത്. നമ്മുടെ ക്യാമറാമാൻ വിനയൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വീട്ടിൻ്റെ സ്ലാബിൻ്റെ മുകളിലാണ്. നമുക്കിവിടേക്ക് നോക്കാം. വിനീത, ഇതിൻ്റെ ഭീകരത അറിയണമെങ്കിൽ ഇതൊരു കാറാണ്. ഇതൊരു കാറാണെന്ന് പറഞ്ഞ ഒരു കടലാസ് കഷ്ണം ചുരുട്ടിയിട്ടതുപോലെയുണ്ട് ഈ കാറ് കണ്ടാൽ. ഇതിൽ നിന്ന് മനസ്സിലാക്കാം എത്ര ഭീകരമായിരുന്നുവെന്ന്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ വാതിലുകൾ കാണാം, ജനലുകൾ കാണാം. ഞാനും ക്യാമറമാനും ഇപ്പോൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ സ്ലാബിൻ്റെ മുകളിലാണ്. പൊട്ടിക്കിടക്കുന്ന സ്ലാബ് നമുക്കിവിടെ കാണാം. തീർന്നില്ല, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വീടിൻ്റെ കട്ടില അതുപോലെ ഒലിച്ചു വന്നിരിക്കുന്നു. ജനൽ അതുപോലെ ഒലിച്ചു വന്നിരിക്കുന്നു. തൊട്ടപ്പുറത്തേക്ക് പോയാൽ കട്ടിലിൻ്റെ കഷ്ണങ്ങൾ കാണാം, ബെഡ്ഷീറ്റ് കാണാം, ബെഡ് കാണാം, തലേണ കാണാം, ഇലക്ട്രിക് പോസ്റ്റുകൾ കാണാം, വലിയ കോൺക്രീറ്റ് തൂണുകൾ കാണാം. തീർന്നില്ല, ഇങ്ങോട്ടേക്ക് നോക്കിയാൽ വീട്ടിനകത്ത് നിന്നുള്ള പ്രസാദ് സുരക്ഷിതനായിരിക്കുക. കാരണം അവിടെയൊക്കെ തകർന്നു കിടക്കുകയാണ്, ഇളകി കിടക്കുകയാണ്. അവിടെ സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങുക. നമ്മൾ കണ്ട ആ ദൃശ്യം ഒരു ഇന്നോവ കാറിൻ്റെതാണ്. അതുപോലെ നിലം പൊത്തുകയായിരുന്നു. ഇതാണ് പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശം. വിനീത, ഇതുവരെയും ആരും ഇവിടേക്ക് എത്തിയില്ല. ഇപ്പോഴാണ് രക്ഷാപ്രവർത്തകരെത്തിയത്. രക്ഷാപ്രവർത്തകർ ആദ്യമായിട്ടാണ് ഇവിടേക്ക് എത്തിയത്. നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരെ കാണിക്കണം വിനീത. കാരണം ഈ കാണുന്ന ഈ വലിപ്പത്തിലുള്ള കല്ലുകളാണ് ഒഴുകി വന്നത്. ഇതാണ് വീടിൻ്റെ മുകളിൽ പതിച്ചത്. തീർന്നില്ല, കോൺക്രീറ്റിൻ്റെ സ്ലാബുകൾ ഒഴുകി വന്ന് ഇവിടെ തടഞ്ഞു നിന്നത് നമുക്ക് കാണാം. ഇവിടെയെല്ലാം ഓരോ വീടുകളായിരുന്നു. ഇത്ര വലിയ ഒരാൾ പൊക്കത്തിലുള്ള കല്ലുകളായിരുന്നു ഇതുവഴി ഒഴുകി വന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ ഈ ഭാഗത്ത് ചളിയാണ്, മുട്ടോളം താഴ്ന്നു പോകുന്ന ചളിയാണ്. ഇതാണ്, അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. ഇപ്പോഴാണ് രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോയാൽ ഈ ഭാഗത്ത് ഏതാണ്ട് 20ലധികം വീടുകൾ പൂർണ്ണമായി നിലംപൊത്തി എന്നാണ് ഈ പ്രദേശം അറിയുന്നവരെല്ലാം പറയുന്നത്. ഇങ്ങോട്ടേക്ക് മാധ്യമങ്ങൾ എത്തിയിട്ടില്ല, രക്ഷാപ്രവർത്തകരെത്തിയിട്ടില്ല. നിരവധി ആളുകൾ, 5 പേരടങ്ങിയ ഒരു കുടുംബം ഇതിനകത്ത് ഉണ്ടെന്ന് അല്പസമയം മുമ്പ് ഇവിടെയുള്ള ഒരു മുൻ പഞ്ചായത്ത് അംഗം നമ്മളോട് പറയുകയുണ്ടായി. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ, പിന്നെ ഇങ്ങോട്ടേക്ക് വരാം, ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെയാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം. അവിടുന്നുള്ള ശക്തിയിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു ദുരന്ത ഭൂമി പോലെയുണ്ട്. ഈ ഒരു റോഡാണ് ഇതുവഴി ഉണ്ടായിരുന്നത്. ഈ റോഡിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് ഇവിടെ ബാക്കി. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനിയൊരു ബന്ധവുമില്ല, വൈദ്യുതിയില്ല.